ഓം ശാന്തി. എല്ലാ ആത്മാക്കൾക്ക് അലൗകിക ആത്മീയ ജന്മദിന ആശംസകൾ. ഡേറ്റ് 3/3/2019. അവ്യക്ത മഹാവാക്യം. മുരളീസാരം. ബിന്ദു और बूंद का रहस्य. ബിന്ദുവും പിന്നീട് ഒരു തുള്ളിയുടെ രഹസ്യം. आज भोलानाथ बाप अपने बोले बच्चों से. ഇന്ന് ഭോലാനാഥനായ ബാബ തൻ്റെ നിഷ്കളങ്കരായ മക്കളോട് बच्चों का सो बाप का अवतरण दिवस अर्थात अलौकिक रूहानी जयंती मनाने आए हैं. മക്കളോടൊപ്പം തന്നെ ബാബയുടെയും അവതരണ ദിവസം അർത്ഥമാണ് അലൗകിക ആത്മീയ ജന്മദിനം ആഘോഷിക്കുവാൻ വന്നിരിക്കുന്നു. ഭോലാനാഥ് ബാപ് കോ സബ്സെ പ്രിയ ഭോലെ ബച്ചേ ഹെ. ഭോലാനാഥനായ ബാബയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രിയമുള്ളത് നിഷ്കളങ്കരായ കുട്ടികളെയാണ്. ഭോലെ അർത്ഥാത് जो सदा सरल स्वभाव, शुभ भाव और स्वच्छता संपन्न मन और कर्म दोनों में सच्चाई और सफाई. നിഷ്കളങ്കർ അർത്ഥമാണ് സരള സ്വഭാവവും ശുഭഭാവവും സ്വച്ഛതാ സമ്പന്നമായ മനസ്സും കർമ്മവും രണ്ടിലും സത്യതയും ശുദ്ധതയും. ऐसे बोले बच्चे भोलानाथ बाप को भी अपने ऊपर आकर्षित करते हैं. അത്തരത്തിൽ നിഷ്കളങ്കരായിരിക്കുന്ന കുട്ടികൾ ഭോലാനാഥനായ ബാബയെയും തന്നിലേക്ക് ആകർഷിക്കുന്നു. भोलानाथ बाप ऐसे सरल स्वभाव बोले बच्चों के गुणों की माला सदा ही सिमरन करते रहते हैं. ഭോലാനാഥനായ ബാബ അത്തരത്തിലുള്ള സരള സ്വഭാവമുള്ള കുട്ടികളുടെ ഗുണങ്ങളുടെ മാലയെ സദാ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു. आप सभी ने अनेक जन्मों में बाप के नाम की माला सिमरन की. താങ്കൾ എല്ലാവരും തന്നെ അനേക ജന്മങ്ങളോളം ബാബയുടെ നാമത്തെ അതിൻ്റെ മാലയെ സ്മരിച്ചുകൊണ്ട് വന്നു. और बाप अभी संगम युग पर बच्चों को रिटर्न दे रहे हैं. ഇപ്പോൾ ഈ സംഗം യുഗത്തിൽ ബാബ തൻ്റെ മക്കൾക്ക് അതിൻ്റെ റിട്ടേൺ നൽകിക്കൊണ്ടിരിക്കുന്നു. ബച്ചോं की ഗുണമാല സിമരൻ കർത്തേ ഹെ. അതായത് മക്കളുടെ ഗുണങ്ങളുടെ മാലയാണ് ബാബ് ദാദ സ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. കിതനെ ബോലെ ബച്ചേ ഭോലാനാഥ് കോ പ്യാരേ ഹെ. എത്രമാത്രം നിഷ്കളങ്കരായ കുട്ടികളെയാണ് ഭോലാനാഥനായ ബാബ ഇഷ്ടപ്പെടുന്നത്. ജിതന ജ്ഞാൻ സ്വരൂപ് നോളജ്ഫുൾ പവർഫുൾ ഉത്തനാ ഹി ഭോലാപ്പൻ. എത്രത്തോളം ജ്ഞാനസ്വരൂപരും ജ്ഞാനസമ്പന്നരും ശക്തി സമ്പന്നരുമായിരിക്കുന്നു അത്രമാത്രം നിഷ്കളങ്കരുമായിരിക്കും. ഭഗവാൻ കോ ഭോലേപ്പൻ പ്യാരാ ഹെ. ഭഗവാന് പ്രിയം നിഷ്കളങ്കത്വമാണ്. ऐसे अपने ശ്രേഷ്ഠ ഭാഗ്യ കോ ജാൻതേ ഹോ ന. അത്തരത്തിൽ തൻ്റെ ശ്രേഷ്ഠ ഭാഗ്യത്തെ താങ്കൾ അറിയുന്നില്ലേ? ജോ ഭഗവാൻ കോ മോഹ് ലിയ അപ്നാ ബനാ ദിയ. ആരാണോ ഭഗവാനെ തന്നെ തന്നിലേക്ക് ആകർഷിക്കുകയും തൻ്റേതാക്കുകയും ചെയ്തു. ആജ് ഭക്തോ और बच्चों को आज भक्तों और बच्चों दोनों का विशेष मनाने का दिन है. ഇന്ന് വിശേഷമായും ഭക്തരുടെയും അതേസമയം തന്നെ മക്കളുടെയും ആഘോഷത്തിൻ്റെ ദിനങ്ങളാണ്. ഭക്ത തയ്യാറിയാ കർ രഹേ ഹെ, ആഹ്വാൻ കർ രഹേ ഹെ, ആപ് സമ്മുഖ് ബൈഠേ ഹോ. ഭഗവാനെ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ മറുവശത്ത് നിങ്ങൾ കുട്ടികൾ ബാബയുടെ സമ്മുഖത്തിലിരിക്കുന്നു. ഭക്തോ കി ലീല ഭി ബാബ് ദേഖ് രഹേ. ഭക്തരുടെ ലീലകളെ കണ്ട് ബാബ് ദാദ വളരെയധികം ഹർഷിതനായിക്കൊണ്ടിരിക്കുന്നു. ഭക്തോ കി ലീല ഭി ബാപ് ദേഖ് ദേഖ് മുസ്കുരാത്തേ ഹെ. ഭക്തരുടെയും ലീലകളെ കണ്ട് ബാബ് ദാദ പുഞ്ചിരിക്കുകയാണ്.
और बच्चों की मिलन लीला देख देख हर्षित है. അതുപോലെ മക്കളുടെയും കൂടിക്കാഴ്ചയുടെ ലീലകളെ കണ്ട് ഹർഷിതനായിരിക്കുന്നു. एक तरफ वियोगी ഭക്താത്മായി, ഒരു വശത്ത് വിയോഗികളായിരിക്കുന്ന ഭക്താത്മാക്കൾ, दूसरे तरफ सहज योगी बच्चे, മറ്റൊരു വശം സഹജയോഗികളായ കുട്ടികൾ. दोनों ही अपनी अपनी लगन से प्रिय है. രണ്ടുപേരും അവരവരുടെ സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്ന അവസ്ഥയിലാണ്. दोनों ही अपनी अपनी लगन से प्रिय है. ഭക്തരും കുട്ടികളും അവരവരുടെ ആ ഒരു ലഹരിയിൽ പ്രിയരായിരിക്കുന്നു അഥവാ മുഴുകിയിരിക്കുന്നു. ഭക്ത് ബി കോയി കം നഹീ ഹെ, ഭക്തരും കുറവൊന്നുമല്ല. കൽ കെ ദിൻ ആകാരി ഇഷ്ട രൂപ മേ ചക് ലഗാ കർ ദേഖ്ന. ബാബ്ദാദ പറയുകയാണ് കുട്ടികളോട്, നാളത്തെ ദിവസം ആകാര സ്വരൂപധാരികളായി ആ ഭക്തരെ ഒന്ന് വീക്ഷിക്കൂ. നാളത്തെ ദിവസം ആകാരി രൂപധാരിയായി ഇഷ്ടരൂപ ദേവതയായി പരിക്രമണം നടത്തി നോക്കൂ. बाप के साथ सालिग्राम बच्चों की भी विशेष रूप से पूजा होगी. ബാബയ്ക്കൊപ്പം തന്നെ സാലിഗ്രാമ രൂപത്തിലും മക്കളുടെ പൂജ നടക്കുന്നു. अपना पूजन बाप के साथ भक्तों को देखना. തൻ്റെ പൂജയെ ബാബയ്ക്കൊപ്പം നിന്ന് ഭക്തരെ കാണുക. अभी अंत तक भी 9 भक्त कोई है जो सच्चे स्नेह से भक्ति कर भक्ति की भावना का अल्प समय का फल അനുഭവ करते हैं. ഇപ്പോൾ ഈ അന്തിമ സമയത്തിലും തന്നെ നൗദ ഭക്തിയിലൂടെ अभी अंत तक भी 9 भक्त कोई है जो सच्चे स्नेह से भक्ति कर भक्ति की भावना का अल्प समय का फल അനുഭവ करते हैं. ഇപ്പോൾ ഈ അന്തിമ സമയത്തും ചിലർ 9 ഭക്തർ വളരെയധികം സത്യസ്നേഹത്തോടുകൂടി ഭക്തിയുടെ ഭാവനയുടെ അല്പസമയത്തിൻ്റെ ഫലം അനുഭവം ചെയ്യുന്നു. कल का दिन भक्तों के भक्ति की विशेष लगन का दिन है. समझा? നാളത്തെ ദിവസം ഭക്തരുടെ വിശേഷമായ ഭക്തിയുടെ ലഹരിയുടെ ദിനമാണ്. മനസ്സിലായോ? आप सभी बाप की जयंती मनाएंगे या अपनी? താങ്കൾ എല്ലാവരും തന്നെ ബാബയുടെ ജയന്തിയാണോ ആഘോഷിക്കുന്നത് അഥവാ സ്വയം തൻ്റേതാണോ? सारे कल्प में बाप बच्चों का एक ही बर्थडे हो ये हो सकता है. മുഴുവൻ കൽപ്പത്തിലും ബാബ പിന്നീട് കുട്ടികളുടെ ജന്മദിനം ഒന്നായിരിക്കുക ഇത് സാധ്യമാണോ? ബൽ ദിൻ വഹി ഹോ വർഷ വോ നഹി ഹോ സക്ത. ദിവസം അത് തന്നെ ആയിരിക്കാം, എന്നാൽ വർഷം അതായിരിക്കണം എന്നില്ല. ബാപ്പ ബച്ചേ കാ അന്തർ തോ ഹോഗാ ന. അച്ഛനും മക്കൾ എന്ന് പറയുമ്പോൾ അവരുടെ ജന്മതീയതിയിലും അന്തരമുണ്ടാകില്ലേ? ലേക്കിൻ അലൗകിക് ജയന്തി ബാപ്പ ബച്ചോ കി സാത്ത് സാത്ത് ഹെ. എന്നാൽ അലൗകികമായ ജയന്തി അച്ഛനും മക്കളുടെയും ഒപ്പമാണ്. ആപ്പ് കഹേംഗെ ഹം ബാപ് കാ ബർത്ത്ഡേ മനാത്തെ ഹെ. കുട്ടികൾ പറയുന്നു, ഞങ്ങൾ ബാബയുടെ ബർത്ത്ഡേ അഥവാ ജന്മദിനമാണ് ആഘോഷിക്കുന്നത്. और बाप कहते बच्चों का बर्थडे मनाते हैं. എന്നാൽ ബാബ പറയുന്നു, ഞാൻ കുട്ടികളുടെ ബർത്ത്ഡേ ആണ് ആഘോഷിക്കുന്നത്. तो वंडरफुल बर्थडे हो गए ना. ബാബ്ദാദ സൂചിപ്പിക്കുകയാണ്, ഇതൊരു അത്ഭുതകരമായ ബർത്ത്ഡേ അല്ലേ. अपना भी मनाते बाप का भी मनाते. ഒരേ ദിവസം സ്വയമിൻ്റെയും ബർത്ത്ഡേ ആഘോഷിക്കുന്നു, അതോടുകൂടെ തന്നെ അച്ഛൻ്റെയും ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. इससे ही सोचो कि भोलानाथ बाप का बच्चों के साथ कितना स्नेह है.
जो जन्मदिन भी एक ही है. ഇത് തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഭോലാനാഥനായ ബാബയ്ക്ക് തൻ്റെ മക്കളോട് എത്രമാത്രം സ്നേഹമുണ്ട്. ഒരേ ദിവസം തന്നെ 2 പേരുടെയും ജന്മദിനം ആഘോഷിക്കുകയാണ്. അച്ഛാ, ബാബ്ദാദ നമസ്തേ പറയുകയാണ്. സദാ ഭോലാനാഥ് ബാബ്കെ സരളചിത്ത്. സദാ ഭോലാനാഥനായ ബാബയുടെ സരളചിത്തനായ സഹജ് സ്വഭാവ് വാലെ സഹജ് യോഗി, സഹജ സ്വഭാവമുള്ള സഹജയോഗി. ബോലെ ബच्चे നിഷ്കളങ്കരായ കുട്ടികൾ. സദാ ബിന്ദി और बूंद के रहस्य को जीवन में धारण करने वाले. സദാ ബിന്ദി പിന്നീട് ഒരു തുള്ളി എന്നതിൻ്റെ രഹസ്യത്തെ ജീവിതത്തിൽ പകർത്തിരിക്കുന്ന കുട്ടികൾക്ക്. ധാരണസ്വരൂപാത്മായി ധാരണസ്വരൂപരായിരിക്കുന്ന ആത്മാക്കൾക്ക്. സദാ മൻ വാണി കർമ്മ മേ ദൃഢസങ്കൽപ കാ വ്രത് ലേനെ വാലി ജ്ഞാനി തു ആത്മായി. സദാ മനസ വാച കർമ്മണത്തിൽ ദൃഢസങ്കൽപ്പത്തിൻ്റെ വ്രതം എടുത്തിരിക്കുന്ന ജ്ഞാനി ആത്മാക്കൾക്ക്. സദാ അപ്പനെ പൂജ്യ സ്വരൂപ് മേ സ്ഥിത് രഹനെ വാലി പൂജ്യ ആത്മാവോं को. സദാ തൻ്റെ പൂജ്യ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്തിരിക്കുന്ന പൂജ്യ ആത്മാക്കൾക്ക്. ഭോലാനാഥ് വരദാത്ത വിദാത്ത ബാബ് കാ യാദ് പ്യാരോ നമസ്തേ. ഭോലാനാഥനായ വരദാതാവായ വിധാതാവായ ബാബയുടെ സ്നേഹോർമ്മകളും നമസ്തേയും. वरदान. महादानी बन फ्रैंक दिली से खुशी का खजाना बांटने वाले मास्टर रहमदिल भव. മഹാദാനിയായി വിശാല മനസ്കതയോടുകൂടി സന്തോഷത്തിൻ്റെ ഖജനാവിനെ വിതരണം ചെയ്യുന്ന മാസ്റ്റർ ദയാഹൃദയനായി ഭവിക്കൂ. വിശദീകരണം. लोग अल्पकाल की खुशी प्राप्त करने के लिए कितना समय व धन खर्च करते हैं. ലോകത്തിൽ ജനങ്ങൾ അല്പകാല സന്തോഷത്തിൻ്റെ പ്രാപ്തിക്കായി എത്രത്തോളം സമയവും സമ്പത്തും ചെലവാക്കുന്നു. ഫിർ ഭി സച്ചി ഖുഷി നഹി മിൽത്തി. എന്നിരുന്നാലും സത്യമായ സന്തോഷം പ്രാപ്തമാവുകയില്ല. ऐसे आवश्यकता के समय आप आत्माओं को महादानी बन फ्रैंक दिली से खुशी का दान देना. അത്തരത്തിൽ ആവശ്യകതയുടെ ഈ വേളയിൽ താങ്കൾ കുട്ടികൾ ദയാഹൃദയമുള്ളവരായി വിശാല മനസ്കതയോടുകൂടി സന്തോഷത്തിൻ്റെ സമ്പത്ത് പങ്കുവെക്കണം. इसके लिए रहमदिल का गुण इमर्ज करो. ഇതിനായി ദയാഹൃദയത്തിൻ്റെ ഗുണം പ്രത്യക്ഷപ്പെടുത്തൂ. आपके जड़ चित्र वरदान दे रहे हैं. താങ്കളുടെ ജഡചിത്രങ്ങൾ ഇന്നും വരദാനം നൽകിക്കൊണ്ടിരിക്കുന്നു. तो आप भी चैतन्य में रहमदिल बन बांटते जाओ. അതുകൊണ്ടിപ്പോൾ ചൈതന്യത്തിലുള്ള നിങ്ങൾ ദയാഹൃദയമുള്ളവരായി സന്തോഷത്തെ വിതരണം ചെയ്യൂ. क्योंकि പരവശാത്മായേ हैं. കാരണം ഇന്ന് ലോകത്തിലുള്ള ആത്മാക്കൾ പരവശരാണ്. कभी ये नहीं सोचो कि ये तो सुनने वाले ही नहीं. ഒരിക്കലും ഈ രീതിയിൽ ചിന്തിക്കരുത്, ഇവർ എത്ര പറഞ്ഞാലും കേൾക്കാത്തവരാണ്. आप रहमदिल बन देते जाओ. ബാബ പറയുകയാണ്, ദയാഹൃദയമുള്ളവരായി സദാ നൽകുന്നവരായിരിക്കൂ. आपकी शुभ भावना उनको फल अवश्य देगा. താങ്കളുടെ ശുഭഭാവന തീർച്ചയായും അവർക്ക് फलम नल्गम. स्लोगन. योग की शक्ति द्वारा हर कर्मेंद्रों को ऑर्डर में चलाने वाले ही स्वराज्य अधिकारी है. യോഗത്തിൻ്റെ ശക്തിയിലൂടെ ഓരോ കർമ്മേന്ദ്രങ്ങളെയും തൻ്റെ ആജ്ഞാനുസാരം നടത്തിക്കുന്നവൻ തന്നെയാണ് സ്വരാജ്യ അധികാരി. ഓം ശാന്തി.